പ്രൈസ് ദി ലോർഡ്. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. വാട്ട് എ ഗ്രേറ്റ് ഡേ ദ ലോർഡ് ഹസ് ഗിവൺ us. ഈ ദിവസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് നമ്മളെ നടത്തുന്നല്ലോ. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. അവന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. തിരിഞ്ഞൊക്കെ ഒന്ന് നോക്കണം, നടത്തിയ വഴികളൊക്കെ ഒന്ന് ഓർത്ത്. ആ യോഹന്നാൻ ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നമ്മൾ പത്മോസിൽ നമ്മൾ കാണുകയാണ്. ഏറ്റവും വലിയ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ താൻ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ ദൈവപുത്രൻ അവിടെ നിൽക്കുന്നത് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു പ്രതിസന്ധിക്കകത്തും നിങ്ങളെ കർത്താവ് ഒറ്റയ്ക്ക് വിടത്തില്ല. ഹി വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു. നിങ്ങളുടെ കൂടെ തന്നെ കാണും ലോകാവസാനത്തോളം. മേക്ക് ഷുവർ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടായിരിക്കണം, നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ മക്കൾ നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം. കാരണം എന്നാ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവിന് പൂർണ്ണ എന്നാ പറയുന്നത്, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ പൂർണ്ണ കൺട്രോൾ കർത്താവ് ഏറ്റെടുത്തിരിക്കുക. സോ ഐ വിൽ നെവർ വെറി അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ചും ഞാൻ ഭാരപ്പെടത്തില്ല. പ്ലീസ് അങ്ങനെ ആ ധൈര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഓരോ ദിവസവും ആ പ്രതിസന്ധിക്കകത്തും നിങ്ങളുടെ ധൈര്യം വർദ്ധിച്ചു വരണം. ആ പ്രതിസന്ധിക്കകത്ത് നമ്മളെ ദൈവമക്കളെ സംബന്ധിച്ച് അവർ വീക്കാവുകയല്ല, അവരോർത്തോണം അവരുടെ അത്ഭുതത്തിന്റെ തൊട്ടടുത്ത് അവർ നിൽക്കുന്നത്. അവരോർത്തോണം അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റയ്ക്കല്ല, അവരുടെ കൈ പിടിച്ചിരിക്കുക കർത്താവ്. ഹി വിൽ നെവർ ലീവ് യു ഓർ ഫോർസേക്ക് യു എന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഞാൻ പറയും സൂപ്പിക്കാൻ പറയുന്നതല്ല, നമ്മളെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ പറയുന്നതല്ല. പ്രൈസ് നോക്ക്, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്യാൻ ശക്തനാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ആ ധൈര്യത്തോടെയും ആ ബലത്തോടെയും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കോ, ഒന്നിനും കുറവ് വരത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നമുക്ക് സന്തോഷിക്കാം, ഇന്ന് നമുക്ക് ആനന്ദിക്കാം. വചനത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കർത്താവ് ഓരോ ദിവസവും കർത്താവിനാൽ നിർമ്മിക്കപ്പെട്ട ദിവസമാണ്. അത് സന്തോഷമാക്കണോ ദുഃഖകരമാക്കണമോ എന്നുള്ളത് നമ്മുടെ ചോയ്സാ. അപ്പൊ ഇന്ന് നമുക്ക് സന്തോഷിക്കാം. എന്ത് പ്രശ്നവും പ്രതികൂലവും വന്നാലും ഭാരങ്ങളില്ലാത്തവരില്ല, പ്രതികൂലങ്ങളില്ലാത്തവരില്ല. ഏത് വിഷയത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും അവിടെ എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ മേൽ ഇട്ടുകൊള്ളാൻ പറഞ്ഞ ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. ആരെങ്കിലും പറയോ, ലോകത്തിൽ ആരെങ്കിലും പറയോ നിങ്ങളുടെ ഭാരം മുഴുവൻ എന്റെ മേൽ വെച്ചോളാൻ? ആരും പറയത്തില്ല. അതൊരു മനുഷ്യനും പറയത്തില്ല, മക്കള് പറഞ്ഞാ പറയാ എനിക്ക് ഒത്തിരി ഭാരമുണ്ട്, ആ ഭാരം ഞാൻ ആരുടെ കൊടുക്കും. നമ്മളെല്ലാരും പറയുന്നത് നമ്മുടെ ഭാരം പറയാൻ ആരും ഇല്ലെന്ന. പക്ഷെ ഒരാളുണ്ടെന്നേ, നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളായിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ ചിന്താകുലങ്ങൾ അറിയുന്ന ഒരു നല്ല പിതാവ് സ്വർഗത്തിലുണ്ട്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്റെ സകല ഭാരവും ഞാൻ ആ കർത്താവിൽ ഏൽപ്പിക്കുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ടെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. ഹല്ലേലൂയ. ആ കർത്താവ് കൂടെ ഉണ്ടാവും. ഉറപ്പും ധൈര്യവും. വിചാരപ്പെടരുതെന്ന് പറയുമ്പോഴും വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരും. പക്ഷെ ഇങ്ങനെ ഈ വചനമൊക്കെ പറഞ്ഞ് അതിന്റെ മേളിൽ കൂടെ നടക്കാനുള്ള ഒരു കൃപ, പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രതിസന്ധികളെ നോക്കിയിരുന്നാൽ നമ്മൾ നിരാശപ്പെട്ടും തളർന്നും തകർന്നും പോകും. പക്ഷെ ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുക, നമ്മളും ജയാളികളാ. അതുകൊണ്ട് ആ ജയാളികളായിട്ട് എല്ലാ ഭാരവും, ചിലരൊക്കെ കുറ്റബോധത്താൽ, പരിശുദ്ധാത്മാവ് എന്നോട് പറയാ, ചില തെറ്റുകളൊക്കെ ചെയ്തു പോയി, ജീവിതത്തിൽ ചില ഇതൊക്കെ വന്നു പോയി, ആ കുറ്റബോധത്തിൽ ഇന്നും ജീവിക്കുക. പക്ഷെ അതല്ല കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഈ ഋഷിനാഥ് പറയുമ്പോഴേ നമ്മളെ ഏറ്റവും വലിയ ഉറപ്പ്, വി ആർ ഫോർഗിവൺ. നമ്മുടെ പാപത്തെ കർത്താവ് പോക്കിക്കളഞ്ഞു. നമ്മുടെ കുറവുകൾ നോക്കണ്ട. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ കർത്താവ് ചൊരിഞ്ഞ രക്തം കൊണ്ട് നാളെ ചെയ്യാനിരിക്കുന്ന പാപങ്ങളെ പോലും അവൻ പോക്കിക്കളഞ്ഞു. അതാണ് ആ പാപമോചനത്തിന്റെ ശക്തി. അത് ദൈവമക്കൾ, യു ഹാവ് ടു ബിലീവ് ദാറ്റ് വി ആർ ഫോർഗിവൺ. നോക്ക്, അതിന്റെ ഭാരവുമായിട്ട് ആ ഉറപ്പില്ലാതെ നടക്കരുത്. ആ ധൈര്യം, അതാ എനിക്ക് കുറവുണ്ട്, അതല്ലേ
കുറ്റബോധത്തിൽ കുറ്റബോധത്തിൽ ജീവിക്കുക. എന്റെ പ്രാർത്ഥന കേൾക്കുമോ, എനിക്ക് കുറവുണ്ട്. നോക്ക്, കുറവില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. എന്നാൽ എന്റെ പാപം പോക്കിയ ഒരാള് ജീവനോടെയുണ്ട്. നമ്മുടെ കുറവുകളോടുകൂടിയ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെയാണ് നമ്മളെ പേര് ചൊല്ലി വിളിച്ചത്, സ്നേഹിച്ച് തന്റെ ജീവനെ ആ ക്രൂശിൽ കൊടുത്തത്. പിന്നെ നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയ യേശുവെ എന്റെ തെറ്റ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ക്ഷമിക്കുന്ന കർത്താവ്, ക്ഷമിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് സ്വർഗത്തിൽ. അതുകൊണ്ട് എല്ലാ ഭാരവും എല്ലാ ചിന്തകളും മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രതികൂലത്തിന്റെ എല്ലാ ഇപ്പം കടഭാരമുണ്ട്, കടം കൊടുത്ത് തീർക്കണം. പക്ഷെ അതിന്റെ ഒരു ഭാരം എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ അയ്യോ ഇവര് വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോവുമോ, അല്ലെങ്കിൽ നാളെ എന്തായാലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്റെ തല കുനിക്കുവോ, മറ്റുള്ളവരെന്നെ കുറിച്ച് എന്താ പറയുക, മറ്റുള്ളവര് നമ്മളെ കുറിച്ച് എന്തെല്ലാം പറയും. കടവും ഉണ്ട്, കടഭാരവും, കടമുണ്ട്, ഭാരമുണ്ട്. കടം പയ്യായിരിക്കും മാറുന്നത്, ഭാരം ആദ്യം മാറ്റേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊന്നും ഒരു ധൈര്യവുമില്ലാതെയോ അവരൊക്കെ ഞങ്ങളുടെ വിഷയങ്ങൾ അറിഞ്ഞ്. പക്ഷെ ക്രിസ്തുവിലുള്ളവർക്ക് എല്ലാത്തിനും ധൈര്യമുണ്ട്. ഞാൻ ആ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയ എന്റെ കട മറ്റുള്ളവരറിയും. ഞങ്ങളുടെ വീട്ടിലെ ഫോണിന്റെ ബില്ലടിക്കാൻ പൈസ ഇല്ല, ഫോൺ കട്ടായി കിടക്കും. അപ്പൊ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം ആൾക്കാർ ചോദിക്കുന്ന, അവർക്കറിയാം ഞങ്ങൾ കടഭാരത്തിലാ, പ്രശ്നത്തിലാ, പ്രതികൂലത്തിലാന്ന്. പക്ഷെ ആദ്യം എന്നെ കാണുമ്പോൾ ചോദിക്കും, പക്ഷെ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ, ബില്ലടച്ചില്ലേ. അതൊക്കെ അങ്ങോട്ട് പറയാനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ലജ്ജിക്കപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അല്ലെ, അതിലൂടെയൊക്കെ കടന്നു പോകാനാ. പക്ഷെ ഒരു ഭാരമുള്ളവരെ ഒന്ന് താങ്ങാൻ, നമ്മുടെ ഭാരമല്ല കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കാൻ, കൊടുത്തു കഴിയുമ്പോൾ നല്ല എന്നാ പറയുന്ന സന്തോഷത്തോടെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ആ കർത്താവ് എന്നെ നടത്തും എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ നേരിടാനുള്ള എന്റെ കൂടെ ഒരാളുണ്ട്. ഞാൻ തനിയല്ല ഇതൊന്നും നേരിടുന്നത്, ആ കർത്താവിന്റെ കരം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തോടെ ഇന്ന് നമുക്കായിരിക്കാം. ഇന്ന് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചന ഭാഗം അതിനോട് ചേർത്ത്, ഷിന പറഞ്ഞ ആ കാര്യങ്ങളോട് ചേർത്ത് തന്നെ നമുക്കൊരു ദൈവവചന ഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കും. വിശ്വസിച്ച നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. യു ബിലീവ്, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്നും കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ മാറത്തില്ലെന്നും എന്റെ തൊട്ടു മുമ്പിൽ വന്ന് എന്റെ കൈ പിടിച്ച് കർത്താവ് പറയുകയാണ്, മോനെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല എന്ന് അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വസിക്കുന്ന നാമാണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. കർത്താവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയും, കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് കയറിപ്പോയി. ഗോഡ് ഈസ് റെസ്റ്റിംഗ്. നോക്ക്, ഇന്ന് കർത്താവ് വിശ്രമിക്കുകയാണ്. കാരണം നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ നമ്മൾ ചെയ്തിട്ട് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ പുറകിൽ നമ്മുടെ കസേരയിൽ നമ്മൾ പോയിരിക്കും അല്ലെ. എന്നെ അതിന്റെ അർത്ഥം തികച്ചു, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ തികച്ചു എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താൻ നിവർത്തിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് താൻ ഇരിക്കുകയാണ്. പ്രീസ്. അതുപോലെ തന്നെ വിശ്വസിച്ച നാം എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ വിശ്വസിച്ചിട്ടുണ്ടോ, നിശ്ചയമായിട്ടും ഞാനും നിങ്ങളും വിശ്രമിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓട്ടം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾ ഓർക്കും, നമ്മൾ വിചാരിച്ച എന്തൊക്കെ നമ്മൾ വിചാരിച്ച പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അധ്യായമാണ് സങ്കീർത്തനം 127. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അതിന്റെ അർത്ഥം അധ്വാനിക്കേണ്ടെന്നാണോ? അതിന്റെ അർത്ഥം ജോലി ചെയ്യേണ്ടെന്നോ? ഒന്നുമല്ല. ഫുൾ ടൈം കിടന്ന് ഉറങ്ങാനാണോ? നമുക്ക് ലേസി ആണെങ്കിൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. പ്ലീസ്, അതിന്റെ അർത്ഥം ലേസി ആകാനല്ല. എന്നാൽ
കർത്താവ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ പ്ലീസ്, എൻ്റെ അധ്വാനത്തും കൊണ്ടും എൻ്റെ മിടുക്ക് കൊണ്ടും എൻ്റെ ശ്രമം കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ആരോഗ്യം കൊണ്ടും ഒക്കെ ചെയ്താൽ നമ്മൾ പറയല്ലേ, ഞാൻ കൂട്ടിയാൽ കൂടാത്തതും കർത്താവ് ഉണ്ടെങ്കിൽ. യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നേ താമസിച്ച് ഉറങ്ങാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് അധ്വാനിക്കുന്നതും വ്യർത്ഥമാണെന്ന് ദൈവവചനം പറയുകയാണ്. നോക്ക്, എന്നാൽ തൻ്റെ പ്രിയനോ അത് അവൻ ഉറക്കത്തിൽ കൊടുക്കും. തൻ്റെ പ്രിയന് അവൻ നോക്ക്, ഹി വിൽ ഗിവ് ഹിം റെസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. തൻ്റെ പ്രിയന് അവൻ ഉറക്കം കൊടുക്കും. ഹി വിൽ ഗിവ് ഹിം റെസ്റ്റ്, വിശ്രമം കൊടുക്കും. വിശ്രമിക്കാൻ നോക്ക്, ഒന്ന് വിശ്രമിച്ചേ. ഇന്ന് പല വിഷയത്തിലും കിടന്ന് ഓടുവാണോ, പല വിഷയങ്ങളും എന്തായി തീരുമെന്ന് വിചാരിച്ച് വ്യാകുലപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് നോട്ട് ബിലീവ്ഡ്. ഇവിടെ ദൈവവചനം പറയാം, വിശ്വസിച്ച നാം ആണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അതിന്റെ 10-ാം വാക്യത്തിലോട്ട് വരുമ്പം, ദൈവം വിശ്രമിച്ചു അല്ലേ? എവിടെയാ ഒന്ന് വായിക്കാം വർഷന 10-ാം വാക്യം. ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവർത്തികളിൽ നിന്ന് നിർബന്ധനായി തീർന്നു. നോക്ക്, ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നും വിശ്രമിച്ചതുപോലെ. നോക്ക്, 6 ദിവസം ദൈവം സകലതും, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഴുതുക. 6 ദിവസം കർത്താവ് നോക്ക് എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് 7-ാമത്തെ ദിവസം എന്ത് ചെയ്തു? കർത്താവ് വിശ്രമിച്ചു. താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കർത്താവ് വിശ്രമിച്ചു. കർത്താവ് ഈ ഭൂമിയിൽ തന്റെ പരസ്യ ശുശ്രൂഷയിലും കർത്താവ് അത് തന്നെയാ ചെയ്തത്. കർത്താവ് എന്ത് ചെയ്തു? താൻ ചെയ്ത് സ്വർഗത്തിൽ പിതാവിന്റെ അടുത്തേക്ക് കയറിപ്പോയി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് ടുഡേ ലോർഡ് ഇസ് റെസ്റ്റിംഗ്. എന്താ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അവസാനം ക്രൂശിൽ വിളിച്ചു പറഞ്ഞ കാര്യം സകലതും നിവർത്തിക്കപ്പെട്ടു അല്ലേ? എവറിത്തിങ് ഹാസ് ബീൻ ഫിനിഷ്ഡ്, എവറിത്തിങ് ഹാസ് ബീൻ അക്കംപ്ലിഷ്ഡ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ്. ഇന്ന് ആരോട് പറയുകയാണ്? ഒത്തിരി കറങ്ങാതെ, ഒത്തിരി അതിനകത്ത് കടന്ന് വേവലാതിപ്പെടാതെ, ഒത്തിരി ദുഃഖിക്കാതെ, നിങ്ങളെ കടന്നു പോകുന്ന വിഷയത്തിന്റെ അകത്തുനിന്ന് നിങ്ങളുടെ കൈ ഒന്ന് എടുക്കാവോ? കർത്താവിന്റെ കൈ അവിടെ നീണ്ടുവരുന്നത് കാണും. നോക്ക്, ഇങ്ങനെ ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞ്. പ്ലീസ് ഒന്ന്, പലപ്പോഴും ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ ഒത്തിരി അങ്ങോട്ട് ചെയ്ത് അതങ്ങ് കൊളാക്കി കളയാതെ, ഒത്തിരി അങ്ങ് ചെയ്ത് നമ്മുടെ നോക്ക്, ഡോണ്ട് ടേക്ക് ദ റോങ് സ്റ്റെപ്പ്. God will always have the right step for you. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അത് God has prepared it. വിശ്വസിച്ച നാം എന്നാ വിശ്വസിക്കണം? God is in control. എൻ്റെ കർത്താവിന് എനിക്ക് ദോഷമായിട്ട് കർത്താവ് ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില മണ്ടത്തരങ്ങൾ പറ്റിയാലും ആ മണ്ടത്തരത്തെ പോലും എൻ്റെ കർത്താവിന് അത്ഭുതമാക്കി മാറ്റാൻ പറ്റും. ഹി വിൽ പ്രൊവൈഡ് ഫോർ മീ, ഹി വിൽ ഓപ്പൺ എ ഡോർ ഫോർ മീ, ഹി വിൽ നെവർ ലെറ്റ് മീ ഡൗൺ. അത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഹി വിൽ നെവർ ലെറ്റ് മീ ഡൗൺ. ഞാൻ യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. പ്ലീസ്, അത് ചുമ്മാ സൂചിപ്പിക്കാൻ എഴുതിയിരിക്കുന്നതല്ല. ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദാറ്റ്സ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉയർച്ച തന്നെയായിരിക്കും പ്രാപിക്കുന്നത്. ഒരിക്കലും എന്നെ താഴാൻ കർത്താവ് സമ്മതിക്കത്തില്ല. മത്തായി സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്കുണ്ട്, 28-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വചനമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എല്ലാവരും എന്റെ അടുക്കൽ, എല്ലാരും എന്റെ അടുക്കൽ, കം ഓൺ ടു മീ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്റെ അടുക്കൽ വരുവീൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്നാ പറഞ്ഞ. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. നിങ്ങൾ ഇന്ന് ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ നോക്ക്, അതിന്റെ അകത്ത് എന്റെ കർത്താവ് വിശ്രമം തരാൻ ആഗ്രഹിക്കുകയാണ്. നോക്ക്, ഈ മിസ്രയീമിൽ നിന്ന് ഇസ്രയേൽ മക്കളെ ദൈവം പുറപ്പെടുവിച്ചുകൊണ്ട് വന്നു എങ്കിലും അവർക്കെല്ലാവർക്കും വാഗ്ദത്ത ഭൂമിയിൽ അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. ദേ വർ ഡെലിവേർഡ് ഫ്രം ഈജിപ്റ്റ്. പക്ഷേ അവരുടെ അവിശ്വാസം കാരണം, അവരുടെ പെറുപെറുപ്പ്, അവരുടെ അവിശ്വാസം കാരണം അവർക്ക് വാഗ്ദത്ത ഭൂമിയിൽ എത്താൻ സാധിച്ചില്ല. അതാ എബ്രായ ലേഖനം അത് തന്നെയാ പറയുന്നത്, വിശ്വസിച്ച നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്.
നമുക്ക് എന്തായിത്തീരും? നോക്ക്, അവർക്ക് വല്ലത്തിനും കുറവ് വന്നു. കർത്താവ് 25 ലക്ഷം പേരെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് വെള്ളം വേണ്ടിയപ്പോൾ വെള്ളം കൊടുത്തു, അവർക്ക് മന്ന വേണ്ടിയപ്പോൾ അവർക്ക് മന്ന കൊടുത്തു, അവർക്ക് കാടപ്പക്ഷിയെ വേണ്ടിയപ്പോൾ അവർക്ക് അവർക്ക് ഒന്നിനും അവരെല്ലാം പെറുപെറുക്കുമായിരുന്നു. ചില വെള്ളം കണ്ടില്ലെങ്കിൽ ഉടനെ അവർക്ക് വഴക്കാം. നീ എന്തിനാ അവിടുന്ന് ഞങ്ങളെ ഇങ്ങോട്ട് അവിടെ കിടന്ന് എത്താൻ മതിയായിരുന്നല്ലോ. അതാ നമ്മുടെ ജീവിതത്തിൽ അതുപോലെയാ. ചെറിയ വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രതികൂലം വന്നാൽ നമുക്കും പെറുപെറുക്കരുത്. ആ കർത്താവിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ അത്ഭുതം നടക്കും. ഞാൻ ഇന്ന് ദൈവമക്കളോട് ചോദിക്കുന്നത്, ആർ യു ലിവിങ് ഇൻ റെസ്റ്റ്? നിങ്ങൾ ആ വിശ്രമത്തിലാണോ? ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും എന്ന് പറഞ്ഞ ആ വിശ്രമത്തിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? അതോ കിടന്ന് ആകുലപ്പെടുകയാണോ? നമ്മൾ രക്ഷിക്കപ്പെട്ടതാണ്, പക്ഷെ ഇപ്പോഴും വി ആർ ആങ്ഷ്യസ്. രക്ഷിക്കപ്പെട്ട് യു ആർ സേവ്ഡ് എന്ന് പറഞ്ഞാൽ യു ആർ സേവ്ഡ് ഫ്രം എവറി സിറ്റുവേഷൻ യു ഗോ ത്രൂ. നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയത്തിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. അവനോട് കൂടെ സ്വർഗീയ തലങ്ങളിൽ കർത്താവ് ഇരുത്തിയിരിക്കുകയാണ്. ഒന്നിനും ദൈവമക്കളെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഷീന പ്രാരംഭത്തിൽ പറഞ്ഞു, നോക്ക്, ഇപ്പോഴും പാപഭാരം, വി ആർ ഫോർഗീവൺ, കുറ്റബോധം കൊണ്ട് നടക്കുകയാണ്. വി ആർ ഫോർഗീവൺ ബട്ട് സ്റ്റിൽ വി ആർ ഫിയർഫുൾ. ഇന്നും ഭയമാണ്. നമ്മുടെ ദൈവം നമ്മളോട് ക്ഷമിച്ചതാണ്. നമ്മുടെ അകൃത്യങ്ങളൊക്കെയും ക്ഷമിച്ച ചട്ടങ്ങൾ, ക്ഷമിക്കാമെന്നല്ല പറഞ്ഞത്, ക്ഷമിച്ച ഗോഡ് ഹാസ് ഫോർഗിവൻ. നിങ്ങളുടെ അതിൽ ജീവിക്കണം കേട്ടോ. എങ്ങനെയുള്ളവരാണെന്ന് ചോദിച്ചാൽ വെറുതെ ലോകത്തേക്ക് തെറ്റ് ചെയ്തിട്ട് പോയതല്ല. ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ കൂടെ നടന്നു കഴിഞ്ഞിട്ട് ഒരു തെറ്റ് ജീവിതത്തിൽ പറ്റിപ്പോയ ആ കുറ്റബോധത്തിൽ ഇന്നും ജീവിക്കരുത്. നോക്ക്, അതിനെക്കുറിച്ച് ദൈവവചനം പറയുന്ന ഒരു കാര്യം, ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ, നോക്ക്, ഈ രക്ഷിക്കപ്പെട്ട ദൈവികമായ നന്മകൾ അനുഭവിച്ച് വീണ്ടും പാപം ചെയ്തുവെങ്കിൽ അവരെ ഒരിക്കലും ഇങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയും സംസാരിക്കുന്നു എങ്കിലും എന്നിട്ട് അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നെങ്കിലും കർത്താവ് അങ്ങനെ അത് മാനുഷികമാണ്, അതല്ലേ നമ്മൾ പറയുന്ന മാനുഷിക. പക്ഷെ ദൈവം അതിനൊക്കെ എത്രയോ മേളില. മൈ ഗോഡ് ഇസ് എ കമ്പാഷനേറ്റ് ഗോഡ്. മനസ്സലിവുള്ള നല്ലൊരു കർത്താവാണ് എന്റെ കർത്താവ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോണം, ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. ഗോഡ് ഹാസ് സേവ്ഡ് ഫ്രം എവറി സിറ്റുവേഷൻ യു ഗോ ത്രൂ ആൻഡ് ഗോഡ് ഹാസ് ഫോർഗിവൺ us. എന്റെ പാപം മുഴുവൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. ഫോർഗിവൺ. പക്ഷേ ആർ യു സ്റ്റിൽ ഫിയർഫുൾ? സംശയിച്ചാണോ ഇരിക്കുന്നത്? ഒന്നും സംശയിക്കണ്ട. നമ്മളെ വീണ്ടെടുത്തു. ഗോഡ് ഹാസ് റിഡീംഡ് us ബട്ട് സ്റ്റിൽ നോട്ട് ഷുവർ. എന്നിട്ടും ഈ വലിയ ഉറപ്പില്ല. ഞായറാഴ്ചയൊക്കെ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, കർത്തൃമേശ ഒക്കെ എടുക്കുന്നുണ്ട്. ഉറപ്പുണ്ടോ? കർത്തൃമേശ എടുക്കുക. നോക്ക്, കർത്താവിന്റെ ഐ എം പാർട്ടേക്കേഴ്സ്, കർത്താവിന്റെ രക്തത്തിലും അവന്റെ ശരീരത്തിലും ഞാൻ അംശയായ വ്യക്തിയാണ് എങ്കിൽ പ്രൈസ്, എന്നെ പോലെ ധൈര്യം വരേണ്ട വേറൊരു വ്യക്തിയില്ല. I am at rest. ഏത് സമയത്തും പ്രൈസ് അവന്റെ സ്വസ്ഥതയിലാണ് ഞാൻ ഇരിക്കുന്നത്, ആ സമാധാനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കൊരു കാര്യം അറിയാം, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്യമാണ്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം 4:1 വായിക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയാൽ ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ഈ ഭയപ്പെടാൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്യം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ആർക്കെങ്കിലും അത് കിട്ടാതെ പോയാൽ ഭയപ്പെടും. ബാക്കിയെല്ലാം ദൈവവചനം ഭയപ്പെടേണ്ട, 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 ദുഃഖിക്കേണ്ട, നിരാശപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുമ്പം ഇവിടെ ഭയപ്പെടാൻ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വാക്യമേ ദൈവവചനത്തിൽ നിങ്ങൾ കാണുകയുള്ളൂ. നോക്ക്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. പ്രോമിസസ് ഫോർ യു. പ്രോമിസ് അവന്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും കർത്താവ് ഒരിക്കലും ഏസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഏസാണ്. നോക്ക്, ഒരിക്കലും കർത്താവിന് 2 വാക്കില്ലെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുക. ഒരിക്കൽ ഉവെന്നും ഒരിക്കൽ ഇല്ലെന്നും എന്റെ കർത്താവ് പറഞ്ഞിട്ടില്ല. അവൻ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തു യേശുവിൽ അത് ഉവ്, അത് ആമീനാണ്. ഏസ് ആമീനാണ്. നോ എന്ന് പറയുന്ന ഒരു വാക്ക് കർത്താവിന്റെ ഡിക്ഷണറിയിലില്ല. അവന്റെ മക്കൾ നോക്ക്,
നോക്ക് ഹൃദയം അല്ലേ, നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നതിന് മുമ്പ് അറിയാവുന്ന ഒരു കർത്താവുണ്ട് അല്ലേ. പ്രീസ് ആ ഒരു ധൈര്യം ദൈവമക്കൾക്ക് ഉണ്ടാകണം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്ന ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയാൽ ഇന്ന് പ്രിയപ്പെട്ട ദിസ് ഇസ് ഓപ്പൺ ഫോർ ഓൾ. ഒന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും വിശ്രമിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വി ആർ സേവ്ഡ്, വി ആർ ഫോർഗിവൺ, വി ആർ റിഡീംഡ്. എന്നെ നിങ്ങളെ വീണ്ടെടുത്തതാണ് കർത്താവ്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. നോക്ക്, ഇത് ഈ വചനത്തിന്റെ അർത്ഥം ഇഫ് യു ബിലീവ് യു വിൽ എൻറ്റർ ഇൻ ടു റെസ്റ്റ്. ഞാൻ വിശ്വസിക്കുന്നുണ്ടോ, ഞാൻ നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വസ്ഥത ജീവിതത്തിൽ അനുഭവിക്കുക. ഇഫ് യു ട്രസ്റ്റ് ഇൻ ഹിം, ആരോട് പറയാ, ഇഫ് യു ട്രസ്റ്റ് ഇൻ ഹിം യു വിൽ റെസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ട്രസ്റ്റ്, നമ്മൾ ഈ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ആയിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കത്തില്ലേ? ആ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിന്റെ കയ്യേൽ ഇങ്ങനെ ഒന്ന് പിടിക്കും. ആ കുഞ്ഞിന്റെ കയ്യേൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ റോഡിന്റെ നടുക്കൂടെ നമ്മൾ നടുക. ആ കുഞ്ഞ് ഒട്ടും വെറീഡല്ല. എത്ര വലിയ ലോറി വന്നാലും എത്ര വലിയ നാഷണൽ പെർമിറ്റ് ആ കുഞ്ഞ് ധൈര്യമായിട്ട് ആ പിടിച്ചിരിക്കുന്ന അപ്പന്റെ കൂടെ നടക്കും അല്ലേ. നേരെ മറിച്ച് നിങ്ങൾ വലിയവരുടെ ഒന്ന് കയ്യാലൊന്ന് പിടിച്ചിട്ടൊന്ന് നടക്കാവോ? ഒരാൾ അങ്ങോട്ട് വലിക്കും, ഒരാൾ ഇങ്ങോട്ട് വലിക്കും. ഞാൻ അനുഭവം ഉള്ളതുകൊണ്ട് പറയാം. ഷീനാചിരിക്കും. നമ്മൾ വലിയവരുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ ഒരാൾ അങ്ങോട്ടും വലിക്കും ഇങ്ങോട്ടും വലിക്കും അല്ലേ. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ ധൈര്യം എന്നാ, ദി ട്രസ്റ്റ്. അവര് അപ്പനെ വിശ്വസിക്കുകയാണ്. അതുപോലെ നിങ്ങൾ അപ്പനെ വിശ്വസിക്കുന്നു എങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി റെസ്റ്റ്. ആ കുഞ്ഞ് കയ്യെ പിടിച്ച് എന്ന് പറഞ്ഞ പോലെ ആ കയ്യിൽ അങ്ങ് പിടിച്ചിട്ടുണ്ടെന്നേ. എൻ്റെ അപ്പൻ എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. ഐ വിൽ റെസ്റ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഐ വിൽ റെസ്റ്റ്. നോക്ക്, അതുപോലെ തന്നെ നമ്മൾ കർത്താവിന് അവന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരിപ്പീൻ എന്നൊക്കെ പറയും. ഇഫ് യു സറണ്ടർ, അങ്ങനെ താന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിലും യു വിൽ ഹാവ് ദറ്റ് പീസ്. നിങ്ങൾ സറണ്ടർ ചെയ്ത വ്യക്തിയാണോ, കർത്താവിന്റെ കയ്യിലാണോ കൊടുത്തിരിക്കുന്നത്, യു വിൽ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഞാൻ വിഷമിക്കുക, ആ കുഞ്ഞ് എന്തേലും വിഷമിക്കുമോ? ആ കുഞ്ഞിനൊരു വിഷമവും ഇല്ല. ആ കുഞ്ഞ് ധൈര്യം, കുഞ്ഞ് ട്രസ്റ്റ് ചെയ്യുക, അപ്പനെ ട്രസ്റ്റ് ചെയ്യുക. കൈ പിടിച്ചിരിക്കുമ്പോൾ എൻ്റെ പിതാവാ കൈ പിടിച്ചിരിക്കുന്നത്, എൻ്റെ അപ്പൻ ഒരിക്കലും എന്നെ വണ്ടിക്കടി പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ നോക്ക്, അങ്ങനെ ആ കർത്താവിൽ ഒന്ന് വിശ്വസിച്ച് ഇന്ന് ആരോടോ പറയുകയാണ്, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് ഹിം യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് റെസ്റ്റ്. ആരോടോ പറയുകയാണ്, ഇഫ് യു ട്രസ്റ്റ് ഹിം യു വിൽ ഹാവ് റെസ്റ്റ്. ഒത്തിരി കിടന്നങ്ങ് മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ചില വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന ചിലരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് യു ഷുഡ് റെസ്റ്റ്. നോക്ക്, ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുക, വിശ്വസിച്ച നാമാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഇഫ് യു ബിലീവ് യു വിൽ റെസ്റ്റ്. നമുക്ക് റെസ്റ്റ് ഇല്ലേ, നമുക്ക് സമാധാനം ഇല്ലേ, അതിന്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് തന്നെയാണ്. അതിന്റെ വേറെ ഒരു അർത്ഥവും അതിനില്ല. അതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അർത്ഥം, ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്രമിക്കും. ഇതിന്റെ അകത്ത് കർത്താവാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അകത്ത് കർത്താവാണ് വഴി തുറക്കുന്നത്. എന്നോട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുത്ത് വരാൻ ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാമെന്ന് പറഞ്ഞു. ഡു ബിലീവ് ദാറ്റ് വേർഡ്സ്? വിശ്വസിക്കുന്നുണ്ടോ? അത് പൗലോസ് പറയാണ്, ആർക്കെങ്കിലും ഇത് കിട്ടാതെ പോയാൽ എല്ലാവർക്കും ഓപ്പണാണ്. ഗോഡ് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ഫോർ ഓൾ. ഈ 800 കോടി ജനങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നോക്ക്, ആ കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. ആ കർത്താവിനോട് കൂടെ ഞാൻ വസിക്കുകയാണ്. നിങ്ങൾ കർത്താവിനോട് കൂടെ വസിക്കുന്നെങ്കിൽ യു വിൽ ലാക്ക് നത്തിങ്. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഇന്ന് ആരോടോ ഹൃദയമൊക്കെ തകർന്ന് മുറിവേറ്റ് എന്നായി തീരുവെന്ന് പറഞ്ഞ് കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കൊച്ചു കുഞ്ഞിന്റെ കൈക്ക് നമ്മൾ പിടിക്കുന്നത് പോലെ എൻ്റെ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും കൈക്ക് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കൈക്ക് പിടിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്, യു വിൽ റെസ്റ്റ്. ആ സൂപ്പർ നാച്ചുറൽ പീസ് നിങ്ങളുടെ ഉള്ളിൽ കാണും. യേശു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് ആ പടകിൽ കിടന്ന് ഉറങ്ങിയതുപോലെ നിങ്ങൾ ആ സമാധാനത്തിൽ, എൻ്റെ സമാധാനത്തിൽ പ്രവേശിക്കാൻ, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനാണ് കർത്താവാണ്.
കർത്താവ് പ്രവേശിച്ചു അല്ലേ? 10 വാക്യം നമ്മൾ എബ്രായ 4:10 നമ്മളതാ വായിച്ച്, താൻ ചെയ്യാനുള്ളത് ചെയ്തിട്ട് താൻ എന്ത് ചെയ്തു? ഗോഡ് ഈസ് റെസ്റ്റിംഗ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ആ ഫിനിഷ്ഡ് വർക്കിൽ ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരിക്കലും എന്നെ തള്ളത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. വിശ്വസ്തനാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ ധൈര്യമായിട്ടിരുന്നു വിശ്രമിച്ച് ബി അറ്റ് പീസ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ആ പീസ്. നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടെന്നോ ഓടി നടക്കേണ്ടെന്നോ ഒരു കാര്യത്തിന് ശ്രമിക്കേണ്ടെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ആ ശാന്തത ഉണ്ടാകട്ടെ, ആ ധൈര്യം ഉണ്ടാകട്ടെ. എന്റെ കൈയെ പിടിച്ചിട്ടുണ്ട്, ഐ ട്രസ്റ്റ് ഇൻ ഹിം. ഞാൻ അവനിൽ വിശ്വസിക്കാം. എന്റെ കൈ അവൻ പിടിച്ചിട്ടുണ്ട്. ലോക അവസാനത്തോളം എന്റെ കൂടെ എല്ലാ നാളും ഇരിക്കാമെന്ന് എന്നോട് എന്റെ അപ്പൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി വിൽ നെവർ പുട്ട് മീ ഡൗൺ. എനിക്ക് ഒരിക്കലും എന്നെ താത്ത് കളയത്തില്ല. ഹി വിൽ. നമ്മൾ ആ കൈ അങ്ങ് എടുക്കണം. നമ്മൾ 2 കൈ അങ്ങ് നമ്മൾ ഈ കൊച്ചു പിള്ളേരെ നമ്മൾ വഴി ക്രോസ് ചെയ്യുമ്പം അപ്പൻ പിള്ളേരുടെ കൈയെ പിടിക്കുവോ, പിള്ളേർ അപ്പന്റെ കൈയെ പിടിക്കുവോ? അപ്പനെ പിടിക്കുന്നു അല്ലേ? അപ്പം പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കൊച്ചുകൂടെ പിടിക്കണം. അതിൻ്റെ കൂടെ കൊച്ചുകൂടെ പിടിക്കേണ്ട കാര്യമില്ല. അപ്പം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൻ പിടിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ നടന്ന് ഒന്നിനും കുറവ്. സോ ലെറ്റ്സ് പ്രേ. നമുക്ക് ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലുമൊക്കെ ആ സമാധാനവും ആ സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ബ്രിങ് ഇറ്റ് ബാക്ക്. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി. യേശുവേ, എൻ്റെ മുഴുവൻ ബേർഡൻസ്. യേശു പറഞ്ഞൊരു വാക്ക് ഷീന പ്രാരംഭത്തിൽ പറഞ്ഞാൽ, കാസ്റ്റ് ഓൾ യുവർ ബേർഡൻസ് അപ്പോൺ മീ. ഇത് മനുഷ്യർ പറയത്തില്ല, ഇത് കൂട്ടുകാർ പറയത്തില്ല. നമ്മൾ പറയുന്ന ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന വാക്ക് ബെസ്റ്റി പറയത്തില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് പറയത്തില്ല, നിങ്ങളുടെ വൈഫ് പറയത്തില്ല, മക്കൾ പറയത്തില്ല, മാതാപിതാക്കൾ പറയത്തില്ല. യേശു മാത്രം പറയും. യേശു അങ്ങനെ പറഞ്ഞുവെങ്കിൽ എൻ്റെ യേശുവിന് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. കാസ്റ്റ് യുവർ ബേർഡൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിടാൻ പറഞ്ഞെങ്കിൽ അത് നിവർത്തിക്കാൻ കർത്താവ് അതിന് പരിഹാരം കണ്ടിട്ടാ പറഞ്ഞു. വെറുതെ ചുമ്മാ ഒരു വാക്ക് പറഞ്ഞതല്ല, അതിന് പരിഹാരം കണ്ടിട്ട് അവന്റെ തോളിലോട്ട് ചാരി അങ്ങ് വിശ്രമിച്ച് ആ യോഹന്നാൻ ആ മാർവിൽ ചാരി കിടന്നതുപോലെ ആ കർത്താവിന്റെ മാർവിൽ ചാരി കിടന്നേ. ഒന്നുമില്ലെന്നേ, ബി അറ്റ് പീസ്. ആ നമ്മുടെ ഭയങ്കര ആ സ്ട്രെസ്ഫുൾ നേച്ചറൊക്കെ വിട്ടിട്ട് ആ കൈ അതിന്റെ അകത്തുനിന്ന് നമ്മൾ അങ്ങ് എടുത്തേക്കും. എന്നിട്ട് പറഞ്ഞ് ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. നിങ്ങൾ തന്നെ പറഞ്ഞ് ഗോഡ് ഇസ് ഇൻ കൺട്രോൾ, ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. എന്റെ കർത്താവ് വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറത്തില്ല. ആൻഡ് ട്രസ്റ്റ് ഇൻ ഹിം. ആ കൊച്ചു കുഞ്ഞിനെ പോലെ അങ്ങ് ട്രസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ അങ്ങ് ട്രസ്റ്റ് ചെയ്ത്. പ്രീസ്. ആ കുഞ്ഞിന് വല്ല വെറിയുണ്ടോ? ഒന്നും. അവിടെ എത്ര വീലുള്ള ലോറിയാ വല്ല ഒന്നും വിഷയമല്ലെന്നേ. കാരണം അപ്പനാ പിടിച്ചിരിക്കുന്നത്, എൻ്റെ അപ്പനാ എന്നെ പിടിച്ചിരിക്കുന്നത്. സോ ലെറ്റ് us trust him and pray. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുമ്പം ഒറ്റ കാര്യമുള്ളൂ. ഇന്ന് ഈ നമ്മൾ പലപ്പോഴും ഈ ഭാരമെല്ലാം ഇടാൻ പറയുമ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ കർത്താവെ നിന്റെ കയ്യിൽ ഇട്ടു തരിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇത് പ്രാർത്ഥന കഴിയുമ്പോൾ അത് തിരിച്ചെടുത്ത് തലേ വെക്കും. പക്ഷെ ഇന്ന് തിരിച്ചെടുത്ത് തലേ വെക്കണം. ഇട്ടതായിരിക്കണം. ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും സമർപ്പിക്കുന്നതായിരിക്കണം. സമർപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ അയ്യോ എന്നായി തീരും, അയ്യോ അവരെ വിളിച്ച് ഇവരെ വിളിച്ച് എനിക്കാരും ഇല്ലേ. അതിന്റെ അർത്ഥം കൊടുത്തില്ല. നമ്മൾ ഇടാൻ പറയും, പക്ഷെ ഇട്ടില്ല. നമ്മളെ വാക്കിനൊന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങിട്ടേ, എന്താണെങ്കിലും അങ്ങിട്ടേ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവാകുകയാണ്. കരുതുന്ന കർത്താവ് സ്നേഹിതനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്, എൻ്റെ പിതാവാണ്. ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണ്. ഒന്നിനും കുറവ് വരുന്നില്ല. സോ ലെറ്റ്സ് പ്രേ. യേശുവേ സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ. എല്ലാ ഭാരവും, എല്ലാ നിരാശയും, എല്ലാ പ്രശ്നങ്ങളും
ആ കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരെയും തൊടണമേ. ദുഷ്ടൻ കൊണ്ടുവന്നിടുന്ന വിചാരങ്ങൾ, ചിന്താകുലങ്ങൾ, കുറ്റബോധങ്ങൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ കർത്താവിൽ സന്തോഷിച്ച് മുൻപോട്ട് പോകാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. ദൈവീക സമാധാനത്താൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ. അവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കർത്താവ് കാക്കട്ടെ. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് എക്സാം എഴുതാനായിട്ട് പല എക്സാമുകൾ ഈ ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ തുറക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയട്ടെ. ഒരു പ്രാവശ്യം അവർ കേട്ടത്, കണ്ടത്, വായിച്ചത് ആ ഓർമ്മയിൽ നിന്ന് എഴുതുവാൻ തക്കവണ്ണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ഓർമ്മശക്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങളൊക്കെ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അവരെ ഏൽപ്പിക്കുന്നു. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഭയങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോട്ടെ. പേടികൾ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഈസിയായി ചെന്ന് ഹല്ലേലൂയ എക്സാം എഴുതി പോരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്റെ അന്തരീക്ഷത്തെ തന്നെ മാറട്ടെ. എല്ലാ അസമാധാനങ്ങളും മാറിപ്പോട്ടെ. സ്വസ്ഥത ഭവനത്തിൽ ഉണ്ടാകട്ടെ കർത്താവെ. നിന്റെ സമാധാനത്താൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ. എപ്പോഴും കുറ്റം പറഞ്ഞ് ശകാരിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് കാണിക്കുക. എപ്പോഴും കുറ്റമാ. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, അവരിത് ചെയ്തത് കൊണ്ടാ, അങ്ങനെ പറഞ്ഞ് എല്ലാരെയും ശകാരിച്ച് പ്രാഗിയിരിക്കുന്ന ഒരു കുടുംബം, ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ സമാധാനത്താൽ സ്വസ്ഥതയാൽ ആ വ്യക്തി നിറയട്ടെ. പിശാചിന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയെ വിട്ട് മാറട്ടെ. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ തൊടട്ടെ. ആ മകളെ തൊടട്ടെ. അത്ഭുതം നടക്കട്ടെ. ആ ഭവനം ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി ഹല്ലേലൂയ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക സാന്നിധ്യത്താൽ ഓരോരുത്തരും നിറയട്ടെ. എപ്പോഴും ക്ഷീണം ശരീരത്തിന്റെ മേൽ അങ്ങനെ ഭാരപ്പെടുന്നവരുണ്ട്. പിശാചിന്റെ പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ. ശരീരത്ത് മുഴുവൻ വേദനയായിട്ട് ഭാരപ്പെടുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വേദനകൾ മാറട്ടെ. ഹൃദയത്തിനേറ്റ മുറിവുകൾ ഹല്ലേലൂയ ഉണങ്ങട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ ഓരോരുത്തർക്കും കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോരുത്തരെയും തൊട്ടിരിക്കുക. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ആ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുകയാണ്. വി വിൽ നെവർ ഗെറ്റ് ബേർഡൻഡ്. ഞങ്ങൾ മാനസികമായി ഞങ്ങൾ ഡൗൺ ആകത്തില്ല. വി ആർ ടേക്കിംഗ് ആരോടോ ഒക്കെ പറയുകയാണ്, ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ് യു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങനെ കൈ എടുക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതം കാണട്ടെ. അതിനെക്കുറിച്ചുള്ള വെറി വിടുമ്പോൾ തന്നെ അത്ഭുതം കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്ന് സംസാരിച്ച വചനത്തിന്റെ ശക്തി കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കണമേ. ക്രിസ്തുവിൽ എല്ലാ നിറവും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരത്ത് ബലഹീനതയായിട്ട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ ഉണ്ടാകട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിന്റെ നിറവ് ഓരോരുത്തരുടെ മേലും വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വീണ്ടും ഞങ്ങൾ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വം അവരുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുന്ന് അവർക്ക് തുണ നിൽക്കുന്നതിനായി സ്തോത്രം. ഉന്നതമായ വിജയം അവർക്ക് ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അത്ഭുതമാക്കി തീർക്കണമേ. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൈവേലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിലുള്ള എല്ലാ നിറവും എന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷീന പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞാണ്, ഡോണ്ട് കേഴ്സ് യുവർ ലൈഫ്. നിങ്ങൾ ശാപവാക്കുകൾ നിങ്ങൾ സംസാരിക്കരുത്. ഈ ആവശ്യമില്ലാത്ത ദൈവവചനം പത്രോസിന്റെ ലേഖനത്തെ പറയാം, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യുന്നവരാകാതെ
അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതിന് ദാറ്റ്സ് വാട്ട് വി ആർ കോൾഡ് ഫോർ. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. സ്റ്റാർട്ട് ബ്ലെസ്സിങ്. എൻ്റെ ജീവിതം ഇങ്ങനെയായി, എന്നാലും എങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ വാക്കുകൾ പറയാതെ സ്റ്റോപ്പ് ഇറ്റ്. അത് ഇന്ന് തന്നെ അങ്ങനത്തെ വാക്കുകളൊന്ന് നിർത്തിക്കോ. യു വിൽ ഗെറ്റ് ബ്ലെസ്. കാരണം ഈ വാക്കും ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒന്നും അത് മാറത്തില്ല. എന്റെ കർത്താവ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ളതാണ്. അതാ പ്രോമിസ്. ബി അറ്റ് റെസ്റ്റ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വസിച്ച നാമാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ. ഗോഡ് ബ്ലെസ് യു.